welcome back to our channel. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു കിടിലൻ ചാലഞ്ച് ചെയ്തിരിക്കുകയാണ്. Last to leave the circle wins the challenge. അതെ ഗയ്സ്, നമ്മൾ നിൽക്കുന്ന ഈ സർക്കിൾ ഉണ്ടല്ലോ, ആരാണോ ഏറ്റവും അവസാനം വരെ ഈ സർക്കിളിനുള്ളിൽ സർവൈവ് ചെയ്യുന്നത് അവരായിരിക്കും ഇന്നത്തെ ഈ ചാലഞ്ച് വിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. 10,000 രൂപ ക്യാഷ് പ്രൈസ് ഉള്ള ഒരു വലിയ ചാലഞ്ച് ആണ് ഗയ്സ് ഇത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാവും ഇത് കുറച്ച് കടുകട്ടിയായിട്ടുള്ള ചാലഞ്ച് ആണിത്. നമുക്ക് ഓരോ റൗണ്ടിൽ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പല പല കടമ്പകൾ കടക്കേണ്ടി വരും ഗയ്സ്. അത് കടന്നാൽ മാത്രമേ നമുക്ക് അവസാനം വരെ ഇവിടെ ജയിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ സർവൈവ് ചെയ്ത് ആരാണോ അവസാനം വരെ എത്തുന്നത് അവർക്കാണ് ഈ 10,000 റുപ്പീസ് വിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ നമ്മുടെ ഈ ചാലഞ്ചില് 3 പേരിൽ ഒരൊറ്റക്ക് മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ. അതെ, അത് എത്ര നേരം നീണ്ടുപോകും, എങ്ങനെയൊക്കെ സർവൈവ് ചെയ്യണമെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ ഞങ്ങൾ ആ ചാലഞ്ച് അവിടെ അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതെ, എന്ന് വെച്ചാല് കൂട്ടത്തിലുള്ള ഒരാളെ തോൽപ്പിക്കേണ്ടി വരും നമുക്ക്, അതല്ലാതെ നമുക്ക് ജയിക്കാൻ പറ്റൂല. അപ്പൊ അങ്ങനെയാണ് ഇന്നത്തെ നമ്മൾ ഈ ഒരു കടുകട്ടി ചാലഞ്ച് നടക്കാൻ പോകുന്നത്. ബാക്കി റൂൾസ് അതെ ഗൈസ്, ഇന്നത്തെ നിങ്ങളുടെ ടാസ്ക് ഈ സർക്കിളിനുള്ളിൽ സർവൈവ് ചെയ്യാന്നുള്ളതാണ്. നിങ്ങൾക്ക് ചുറ്റും ഒരു റെഡ് ലൈൻ കണ്ടിട്ടില്ലേ? ഈ റെഡ് ലൈനിൽ ടച്ച് ചെയ്യാൻ നിങ്ങൾക്ക് അനുവാദമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സർക്കിളിന് പുറത്തു പോകാൻ പാടില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ആ റെഡ് ലൈനിൽ നിങ്ങളുടെ ഒരു നഖം വരെ തട്ടാൻ പാടില്ല. ഇത് തട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണിഷ്മെന്റ് ഉണ്ടാവും. ഈ ചാലഞ്ചിൽ നമുക്ക് ഒരൊറ്റ പണിഷ്മെന്റ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുന്ന ഓരോ തെറ്റിനും നിങ്ങളുടെ സർക്കിള് ചെറുതായിക്കൊണ്ടേയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സർക്കിളിന്റെ ഉള്ളിൽ സർവൈവ് ചെയ്യാനുള്ള ചാൻസസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ ഈ സർക്കിൾ ചെറുതാവുന്നതിനനുസരിച്ച് നമ്മൾ സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കും. അത്രയും ബുദ്ധിമുട്ടി ആരാണ് സർവൈവ് ചെയ്യുന്നത് ഒരു കാര്യത്തിൽ 10,000 റുപ്പീസ് വിൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ 3 പേരും ട്രൈ ചെയ്യേണ്ടത് ഓപ്പണൻസിനെ ഔട്ടാക്കാൻ വേണ്ടി മാത്രമായിരിക്കും. കാരണം മറ്റുള്ളവരെ ഔട്ടാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് വിന്നർ ആവാൻ പറ്റൂ. ഈ ചാലഞ്ചിൽ ഒറ്റ വിന്നർ മാത്രമേ ഉള്ളൂ. നിങ്ങൾ എത്ര നേരം ഔട്ടാക്കാൻ ഡിലേ ആവുന്നോ അത്രയും നേരം ഈ ചാലഞ്ച് നീണ്ടുപോയിക്കൊണ്ടേയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർക്കിളിന്റെ ഉള്ളിൽ നിന്നിട്ട് തന്നെ നിങ്ങൾക്ക് പലതരം ടാസ്കുകൾ ഉണ്ടാവും. പല കടമ്പകളും നിങ്ങൾ കടക്കണം. അതും ഈ റെഡ് ലൈൻ ടച്ച് ചെയ്യാതെ. തരുന്ന ടാസ്കുകളിൽ ആരാണോ തോൽക്കുന്നത് അവർക്ക് കിട്ടുന്ന പണിഷ്മെന്റും അവരുടെ സർക്കിൾ ചെറുതായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ചെറുതായി നിങ്ങൾക്ക് ഇതിന്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്ന സമയത്ത് ആ പ്ലെയർ ഔട്ട് ആവും. കണ്ടിന്യൂ ചെയ്യും. യെസ്, അങ്ങനെ നമ്മൾ സർവൈവ് ചെയ്ത് ലാസ്റ്റ് ആയിട്ടുള്ള ആള് 10,000 റുപ്പീസ് നേടിയെടുക്കും. അതെ, ഈ ചാലഞ്ച് ചിലപ്പോ 2 മണിക്കൂർ കൊണ്ട് തീരാം, ചിലപ്പോ 2 ദിവസം കൊണ്ട് തീരാം. നിങ്ങൾ എങ്ങനെയാണോ പെർഫോം ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും. അപ്പൊ ഓർമ്മയിൽ വേണം, ഈ റെഡ് ലൈന് ക്രോസ് ചെയ്യാൻ പാടില്ല, ഒരു രീതിയിലും ടച്ച് ചെയ്യാൻ പാടില്ല. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചുറ്റും ക്യാമറകളുണ്ട്. കാണുന്നില്ലേ? അതിൽ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ നിങ്ങളുടെ സർക്കിൾ ചെറുതാവും. റെഡി അല്ലേ? റെഡി. അപ്പൊ യുവർ ഗെയിം സ്റ്റാർട്ട് നൗ. ഓ, നിങ്ങൾക്ക് ഇരിക്കുക കിടക്കുക എന്ത് വേണേലും ചെയ്യാം. ചിലപ്പോ നിക്കണ്ടിക്ക് വന്നാലും എന്തെങ്കിലും ഇരിക്കും. ഇതൊന്ന് കുറച്ചേരം കഴിഞ്ഞിട്ട് ഗെയിം വരാൻ പാടുള്ളൂ. എന്തോ ഒരു വലിയ പണി വരാൻ പോകുന്നുണ്ട് എന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. അതെ, സത്യട്ടോ. ഇത് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നതില് ഇതന്നെ കുറച്ച് ശ്രദ്ധിക്കണം. കൈയൊക്കെ അങ്ങോട്ടും കൂടെ തട്ടിക്കഴിഞ്ഞാൽ തന്നെ ഔട്ടാവും. അപ്പം ഇതന്നെ നമുക്ക് കുറച്ച് വലിയ കുഴപ്പമില്ലാതുള്ള ലെവലിലുള്ള ഒരു സർക്കിളാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പോഴെങ്ങനെ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. ഡ്രസ്സോ മുടിയോ ഒന്നും ടച്ച് ചെയ്യാൻ പാടില്ല. അതായത് ശ്രീ പറയുന്നത് ശ്രീ പണിഷ്മെന്റ് വാങ്ങിയിട്ട് ശ്രീന്റെ സർക്കിൾ ചെറുതാവുന്നതാണ്. അങ്ങനെയില്ല, ചിലപ്പോ കഠിനമായിട്ടുള്ള ടാസ്കുകളാണെങ്കിൽ ഇനി വരുന്നത്. നിങ്ങളുടെ ഡ്രസ്സോ മുടിയോ ഒന്നും ടച്ച് ചെയ്യാൻ പാടില്ല. എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി ഇത് പറയില്ല. ഈവൻ നിങ്ങൾക്ക് തരുന്ന ടാസ്കിലെ തിങ്സ് വരെ നിങ്ങൾ റെഡ് ലൈനിൽ ടച്ച് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഞാൻ എനിക്ക് തോന്നിയ സമയത്തെ ടാസ്ക് ഇതിന്റെ ഷോള് സീനാണ്. ഇത് നല്ലോണം ശ്രദ്ധിക്കണം. ഞാൻ ഇതിങ്ങനെ പിടിച്ചിരിക്കുകയാണ്. നിങ്ങളെ മുന്നിൽ ഇപ്പോ 3 പ്രോപ്പർട്ടി ഉണ്ട്. ഒരു അംബ്രല്ല ഉണ്ട്, ഒരു സ്റ്റിക്ക് ഉണ്ട്, ഒരു കയറുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഒന്ന് ചൂസ് ചെയ്യാം. ലൈന് തൊടാൻ പാടില്ലല്ലോ. ലൈന് തൊടാൻ പാടില്ല. എടുത്ത് അയ്യോ ഇതെനി ലൈന് തൊടാൻ. അതാ ഞാൻ ഇതെടുത്ത്. ഓക്കെ, ഇതെന്തിനാ?
അത് നിങ്ങൾ കീപ്പ് ചെയ്തോളൂ, ഞാൻ പറയാം. കയ്യിൽ വെച്ചിരിക്കാനാ? അതെ. ശ്രീക്ക് പതിങ്ങനെ നോക്കി നടക്കുന്ന അവസ്ഥയായി. ഞാൻ ഒരു കാര്യം പറയട്ടെ, അത് മൊത്തം മേലെ ഇങ്ങനെ ചുറ്റിയിട്ടിരുന്നോ, അപ്പൊ പിന്നെ എവിടെയും തട്ടൂലല്ലോ. ആ അത് സത്യം. കാര്യം അത് അങ്ങനെ വെച്ച് തുത്തിപ്പോയ ഞാൻ അറിയില്ല, ഞാൻ അങ്ങനെ പിടിച്ചോളാം, കുഴപ്പമില്ല. അതാ നല്ലത്. അതാ നല്ലത്. ഇതെന്തിനായിരിക്കും? എനിക്ക് കുഴപ്പമില്ല guys. ഞാൻ നല്ല ഒരു മനസ്സിലാവുന്നില്ല ഇതിനെക്കൊണ്ടൊക്കെ എന്താക്കാനാ. നിങ്ങളെ കുത്തി നോക്കി. ഞാൻ ഇവിടെ ഒരേ പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വിചാരിക്കാം. ഞാൻ ഈ സംഭവം ഇൻസ്ട്രക്ഷൻ കേട്ട് മേലോട്ട് നോക്കിയിരുന്നു. കള്ളി പൊങ്ങുയില്ലേ ഇത് ഭയങ്കര സസ്പെൻസ് ആയിട്ടുള്ള ടാസ്ക് ആണ് കേട്ടോ വരാൻ പോകുന്നത്. Oh my God, ഇതെന്താണ്? നിങ്ങളുടെ മുന്നിൽ ഇപ്പൊ കുറച്ച് സ്പോഞ്ച് ബ്ലോക്സ് ഉണ്ട്. നിങ്ങൾക്ക് തന്ന പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് 1 മിനിറ്റ് സമയത്തിന്റെ ഉള്ളില് നിങ്ങൾക്ക് മാക്സിമം കളക്ട് ചെയ്യാം. നിങ്ങളുടെ സർക്കിളിന്റെ ഉള്ളിലോട്ടാക്കാം. പക്ഷെ നിങ്ങൾക്ക് കയ്യിൽ ഓൾറെഡി ഉള്ള പ്രോപ്പർട്ടി റെഡ് ലൈനിൽ ടച്ച് ചെയ്യാൻ പാടില്ല. ഇത് ഈ ബ്ലോക്കുകൾ നമ്മൾ കൊണ്ട് എടുക്കുമ്പോൾ ബ്ലോക്കിന് ടച്ച് ചെയ്യാം. പക്ഷെ വൺസ് ബ്ലോക്ക് ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റെഡ് ലൈന് ടച്ച് ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മുടെ ഭാഗമാണ്, പിന്നെ ഓക്കെ ഗൈസ്, യുവർ ടൈം സ്റ്റാർട്ട്സ്. 1 മിനിറ്റ്. ഓക്കെ ഗൈസ്, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് പേടിയാവുന്നു. എനിക്ക് കൈ ഇഷ്ടപ്പെട്ടു. അയ്യോ, ഞാൻ മുന്നോട്ട് പോണേ. അല്ല, അത് അവള് വീണോ കേട്ടോ. ഓക്കെ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു. ഷാമി പുറത്തു വീണ ബ്ലോക്ക് കൈകൊണ്ടാണ് എടുത്ത് ഉള്ളോട്ട് ഇട്ടത്. അപ്പൊ ഷാമിന്റെ സർക്കിള് ചെറുതാവാൻ പോവാണ്. ഇത്ര വലിയ മണ്ടത്തരം ചെയ്യുന്ന ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ഷാമിന്റെ സർക്കിൾ അങ്ങനെ ചെറുതായിരിക്കാണ്. ഇനി ഈ സ്പേസിൽ വേണം ഈ സർവൈവ് ചെയ്യാൻ വേണ്ടിട്ട്. ഈ റെഡ് ലൈനിൽ ടച്ച് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഷാം ഇത്ര പെട്ടെന്ന് പണിഷ്മെന്റ് എടുക്കുന്നു ഞാൻ വിചാരിച്ചില്ല. ഓക്കെ. അപ്പൊ ഓരോരുത്തരും കളക്ട് ചെയ്ത ബ്ലോക്സ് എത്രയാണെന്ന് എണ്ണ്. 1 2 3 4 5 6 7 8 9 10. ഞാൻ 8 8 9 10 11. ഞാൻ 10. ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തത് ഞാനാണ്. പക്ഷേ ഫസ്റ്റ് പണിഷ്മെന്റ് വാങ്ങിയത് ഞാനാണ്. ഞാൻ ഏറ്റവും കുറവ്. അനക്കെത്ര 8 അല്ലേ? അല്ല ഇത് വളരെ സൂക്ഷ്മമായിട്ട് ഇങ്ങനെ എടുത്തു വെക്കുന്നത് കുറച്ച് സ്ലോ ആയി പോയെന്ന് തോന്നുന്നു. എനിക്ക് ഇനി ഗിഫ്റ്റ് ഉണ്ടോ? ഇതിനുള്ള ഗിഫ്റ്റ് ഞാൻ തരാം. അതെന്തോ ഒരു പണിയാണല്ലോ. ഞാൻ ഇവിടെ ഒരു മതില് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആരും കാട്ടവിടെ. അത് വല്ലാത്തൊരു അടിയായിരുന്നല്ലേ ഷാമി? അത് എത്ര എന്റെ മനസ്സ് തകർന്നു പോയി ഗൈസ്. കാരണം ഞാൻ വളരെ കോൺഫിഡൻസോട് കൂടി ഞാൻ ആലോചിച്ച് വെച്ച് ഈ ഭാഗം കൊണ്ട് ഈ ബ്ലോക്സ് എടുക്കാന്നുള്ളത്. പക്ഷെ ഞാൻ അത് എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. ഞാൻ അൺകോൺഷ്യസ് ആയിട്ട് ചെയ്തൊരു സംഭവമാണ് അത് കൈകൊണ്ട് എടുക്കാന്നുള്ളത്. അപ്പൊ കഥ പറഞ്ഞ ഞെട്ടിപ്പോയി ഗൈസ്. എന്റെ ചെന്ന് തകർന്നു. എനിക്ക് ഈ കാണുന്ന സ്ഥലം മാത്രമേ എനിക്ക് ഇവിടെ അനങ്ങാൻ പറ്റില്ല. ഇത്ര സ്ഥലം ഉണ്ടായിട്ട് തന്നെ വളരെ പേടിച്ചിട്ടാണ് ഗൈസ് ഇരിക്കുന്നത്. കാര്യം ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതൊന്ന് തട്ടിപ്പോയി കഴിഞ്ഞാൽ അതിൽ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാനും ഇതേപോലെ തന്നെ ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് വളരെ സസൂക്ഷ്മം വേണം നമ്മൾ ഇരിക്കാൻ വേണ്ടിയിട്ട്. എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇതും നോക്കണം, ഞാൻ ഇതും നോക്കണം. ഇതാണ് തൊട്ടാൽ അങ്ങോട്ട് ചാടിപ്പോവും. ഇതാണെങ്കിൽ എവിടെയാ നിലം തട്ടുന്നത് നമുക്ക് പോലും നോക്കിയാൽ കിട്ടൂല. ഞാൻ എന്താ ചെയ്യാൻ എനിക്ക് അറിയില്ല. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് റൗണ്ടിൽ തന്ന പ്രോപ്പർട്ടീസ് എനിക്ക് തിരിച്ചു തന്നു. ഇത് വേണ്ട. അതുകൊണ്ടേ കൂടെ പ്ലീസ് ഒരു ബാധ ഒഴിഞ്ഞു കിട്ടി. പ്രോപ്പർട്ടി കഴിഞ്ഞ് പോയപ്പോ ഭയങ്കര സമാധാനം. ഗൈസ്, നെക്സ്റ്റ് ടാസ്കിനുള്ള സമയമായി. ഓക്കെ, നിങ്ങൾ കളക്ട് ചെയ്ത ഓരോ ബ്ലോക്സ് വെച്ചിട്ടും ഒരു ടവർ ഉണ്ടാക്കുക. എണ്ണം കുറഞ്ഞെടുക്കുന്നേ. എണ്ണം കൂടുന്നതിനനുസരിച്ച് വീഴാനുള്ള സാധ്യത കൂടുതലാ. ഇതിപ്പോ ഏതാ നല്ലത് ഏതാ ശരിയെന്ന് മനസ്സിലാവില്ലല്ലോ. കൂടുതൽ ബ്ലോക്സ് കളക്ട് ചെയ്തിട്ട് എനിക്ക് അടുത്ത
Okay guys, your time starts now. എങ്ങനെ ഉണ്ടാക്കുക? ഒരു ടവർ ഉണ്ടാക്കുക. ഞാൻ ഒരു ചോദിക്കട്ടെ, ഇതിന്റെ മോളിൽ ഫുള്ള് വെച്ച് പോകാനാണോ? അതെ. ദൈവമേ, this is too much. വളരെ സൂക്ഷിച്ചു വേണം ഗൈസ് നമ്മൾ ഓരോന്നും ഉണ്ടാക്കാൻ. അതെ പോയോ? ഇല്ല പോയില്ല, ഞാൻ പിടിച്ചു പോയേനെ. റെഡ് ലൈനിന്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പണി കിട്ടും. ഞാൻ ഷാമിന്റെ പോലെ ഇരിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ. ഞാൻ നേരത്തെ ചെയ്ത പോലെ ആ വോള് വെച്ചിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഗൈസ് ചെയ്തത്. അതൊന്ന് കുറച്ചൊരു നല്ല തോന്നുന്നു. എനിക്ക് സംഭവം കുറവാണ് കിട്ടിയത്, അത് നന്നായി. കാരണം അത് വീഴാനുള്ള ചാൻസസ് ഭയങ്കര കുറവാണല്ലോ. ഞാനിവിടെ ഇഷ്ടിക കൂട്ടി വെച്ച പോലത്തെ ഒരു ഇതാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. Okay guys, ഇത് കഴിഞ്ഞ്. ഇല്ല, കഴിഞ്ഞില്ല. ഇതാണ് ഗൈസ് ഞാൻ ഉണ്ടാക്കിയ ടവർ. ഇതാണ് ഗൈസ് ഞാൻ ഉണ്ടാക്കിയ ടവർ. ഇതിന്റെ ചെറിയ ടവറാണ് ഗൈസ്, പക്ഷെ വീഴാനുള്ള ചാൻസസ് ഭയങ്കര കുറവാണ്. അപ്പൊ എല്ലാരും ടവറൊക്കെ ഉണ്ടാക്കിയില്ലേ? ഞാൻ അടുത്ത പണിയായിരിക്കും. ഇനി നിങ്ങൾക്കുള്ള ടാസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പിരമിഡ് ഒരു കാരണവശാലും ഈ ചാലഞ്ച് കഴിയുന്നത് വരെ വീഴാൻ പാടില്ല. അതിനെ എന്ത് വില കൊടുത്തു നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യണം. സർക്കിൾ അഥവാ വേറെ കാര്യങ്ങളോട് ചെറുതാവുമ്പോ ഇതിന് ഞാൻ ഒന്നുകൂടെ മാറ്റട്ടെ. സർക്കിൾ ചെറുതാവുന്ന സമയത്ത് സർക്കിളിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും പണിഷ്മെന്റ് എടുക്കേണ്ടി വരും. അപ്പൊ ഇത് നമുക്ക് സർക്കിൾ അഥവാ ചെറുതാവാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങോട്ട് ഏരിയ മാറ്റി നിങ്ങൾക്ക് ഏരിയ മാറ്റി വെക്കാൻ പറ്റും, പക്ഷെ നിങ്ങൾക്ക് ആ ഷേപ്പ് മാറ്റി വെക്കാൻ പറ്റില്ല. നിങ്ങൾ ഇപ്പൊ ഉണ്ടാക്കിയ ഷേപ്പ് ഏതാണോ ആ ഷേപ്പ് തന്നെ നിങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്യണം. അധികം പൊക്കത്തിൽ ഉണ്ടാക്കിയിട്ടില്ല. നല്ല ഭംഗിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഇവിടെ ഒന്നും കൂടി വെക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം ഞാൻ നന്നായി ശരിക്കും. ഞാനാണ് ഗൈസ് ഇതിൽ പണി വാങ്ങി ഓൾ ദ ബെസ്റ്റ്. എനിക്ക് വളരെ ചെറിയൊരു കുഞ്ഞ് ക്യൂട്ട് ടവറാണ് ഗൈസ്. അപ്പൊ ഇത് വീഴൂലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെന്തായാലും വീഴാൻ ചാൻസ് വളരെ കുറവാണ്. ഇന്റർ ഞാൻ കുറച്ച് ടാക്ടിക്കലി വെച്ചതാണ്. കാര്യം ബേസ് കുറച്ച് എന്താ പറയാ സേഫ് ആയിട്ടുള്ള രീതിയിൽ വെച്ചിട്ട് ഒരു മീഡിയം ലെവലിലുള്ള ഒരു ടവറാണ് ഞാൻ സെറ്റ് ചെയ്തത്. അതുകൊണ്ട് ഇത് വലിയ കുഴപ്പമില്ലാതെ എനിക്ക് മാനേജബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഷാമിയ ഭയങ്കര ഡേഞ്ചർ ആട്ടോ. ഞാൻ ബാക്കിൽ തട്ടിപ്പോവും. അത് ബാക്കിൽ തട്ടും. അതുകൊണ്ട് ഞാൻ കുറച്ച് ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് നിൽക്കാം. ഓക്കെ, ഞാൻ കുറച്ച് ഇങ്ങനെ ഇരുന്നാലും അതായിരിക്കും നല്ലത്. അതാകുമ്പോ എനിക്ക് നോക്കാനും എളുപ്പമാണ്. കിട്ടിയതൊന്നും പോരല്ലേ? ഒരു തവണ കൂടെ ചെറുതായി കഴിഞ്ഞാൽ ഈ ഇരിക്കാൻ വരെ ചിലപ്പം പറ്റില്ല. ഇരിക്കാൻ പറ്റില്ല. ഞാൻ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കാം. കണ്ടില്ലേ ഞാൻ ഇരിക്കുന്നത്? അല്ല, നിന്നിട്ട് പിന്നെ അതും കൂടി ഡീൽ ചെയ്യാന്നുള്ള കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നിരീക്ഷിച്ചു പോവാൻ തോന്നുന്നു. അടുത്ത ടാസ്കിന് എല്ലാരും റെഡിയാണോ? കുറച്ച് സമാധാനല്ലേ? കുറച്ചൊരു പ്രശ്നമുണ്ട്. അടുത്ത ടാസ്കിനുള്ള സമയമായി. മനസ്സിലായി മനസ്സിലായി. ഇത് കണ്ടിട്ട് ഒന്നും മനസ്സിലാവുന്നില്ലല്ലേ? മനസ്സിലായോ? അതായത് കുപ്പിയിൽ വെള്ളം. അതെ, നിങ്ങൾക്ക് 2 മിനിറ്റ് സമയമുണ്ട്. 2 മിനിറ്റ് സമയത്തിനുള്ളിൽ ആ യെല്ലോ കപ്പ് ഉപയോഗിച്ച് നിങ്ങൾ ബോട്ടിൽ ഫില്ല് ചെയ്യണം. നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ആ 2 മിനിറ്റിനുള്ളിൽ ഫില്ല് ചെയ്യാം. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെഡ് ലൈൻ ഒന്നും ടച്ച് ചെയ്യാൻ പാടില്ല. വെള്ളം ടച്ച് ചെയ്ത് ഒന്നും ടച്ച് ചെയ്യാൻ പാടില്ല. വെള്ളം പിടിച്ചെടുത്ത് റെഡ് ലൈനിൽ വെള്ളം വീഴാൻ പാടില്ല. നോ. ഇന്ത്യ ടവർ ഇതിന്റെ മുന്നിലായിരുന്നു guys. ഞാനിത് ഇങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, റെഡിയാണോ? ഓക്കെ റെഡി. റെഡിയാണോ? എല്ലാരും റെഡിയാണോ? അല്ല, റെഡി. ഒരു മിനിറ്റ്. ഞാനിത് ഷോൾ ബാക്കിൽ കെട്ടി വെക്കണം. ഞാൻ എന്റെ ഡ്രസ് ഈ ഷർട്ടിന്റെ ഇതൊക്കെ ടൈറ്റ് ആക്കി വെക്കിട്ട് കൈ മേലോട്ട് ആക്കി വെച്ചു. ഞാനും എന്റെ ഡ്രസ് ടൈറ്റ് ആക്കുകയാണ്. വെള്ളം ഒരു തുള്ളി പോലും റെഡ് ലൈനിൽ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, റെഡ് ലൈനിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ അത് നിൽക്കാം. റെഡ് ലൈനിലും റെഡിന്റെ ഉള്ളിലോട്ട് മാവരുത്. ഉള്ളിലായി ലൈനിന്റെ മുകളിൽ വെള്ളം ആവാൻ പാടില്ല. ഓക്കെ ഓക്കെ, അതിനനുസരിച്ചാണ് നിങ്ങൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. Okay guys, your time starts. ഇത് ഇവിടെ പുറത്ത് വെച്ചൂടെ? അത് പുറത്ത് വയ്ക്കാൻ പറ്റുമോ? കുപ്പി പുറത്ത് വെച്ചൂടെ? വെള്ളം റെഡ് ലൈനിലാവരുതെന്നല്ലേ ഉള്ളൂ. ബക്കറ്റിൽ തന്നെ ആയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്കെല്ലാം കൂടെ പേടിയാണ്. 1 മിനിറ്റ് 20 സെക്കൻഡ് ബാക്കി. എന്റെ കയ്യമ്പലേ ആയിട്ടുള്ളൂ, വരമ്പലായില്ല. കയ്യിലായിട്ടുള്ളൂ, വരലായില്ല. സമ്മതിക്കൂല. ഓക്കെ, ഒരു ബോട്ടിൽ ഞാൻ ഫില്ല് ചെയ്ത്. 50 സെക്കൻഡ് കൂടെ ബാക്കി. ഒരു ബോട്ടിൽ ഞാൻ ഉള്ളിൽ എത്തിച്ചു ഗൈസ്. അയ്യോ, ഇനിയിപ്പോ ഇത് ടവറിന്റെ മുകളിൽ വീഴരുതല്ലോ. 30 സെക്കൻഡ് ബാക്കി. എന്റെ അമ്മേ, എനിക്ക് പേടിയാവുന്നേ. കൈ വരച്ചിട്ട്
Last 10 seconds. ഗൈസ് ഞാൻ രണ്ടാമത്തെ ബോട്ടിൽ ഫിൽ ചെയ്ത്. ഓക്കെ 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 ഇതുവരെ ആയിട്ടില്ല. ശ്രീന്റെ സൈഡിൽ വെള്ളം ആയിട്ടുണ്ടോ നോക്കാം. ഇല്ല 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 ഇല്ല, തുള്ളി പോലും ഇല്ല. 5ന്റെ സൈഡ് ഇവിടെ കുറച്ച് വെള്ളമായിട്ടുണ്ട്. അത് ഉള്ളിലായ കുഴപ്പമില്ല. അത് ബോട്ടിലിന്റെ പുറത്തുള്ള വെള്ളമാണ്. അത് ഓരോരുത്തർ എത്ര ബോട്ടിൽ ഫിൽ ചെയ്തു? 2 bottles. 2. ഇപ്പൊ നിങ്ങൾ കളക്ട് ചെയ്ത 2 ബോട്ടിൽസ് ഉണ്ടല്ലോ, അത് രണ്ടും നിങ്ങൾ ക്യാരി ചെയ്ത് ഒറ്റക്കാലിന്റെ മുകളിൽ നിൽക്കണം. മറ്റൊരാൾ ഔട്ട് ആവുന്നത് വരെ, വേറൊരാൾ ഔട്ട് ആവുന്നത് വരെ ഈ 2 ബോട്ടിലും ക്യാരി ചെയ്ത് നിങ്ങൾ ഒറ്റക്കാലിൽ നിൽക്കണം. Guys, your game starts now. കാല് മാറ്റിക്കൂടെ? കാല് മാറ്റാൻ പറ്റില്ല, നിലത്ത് കുത്തി ഔട്ടാവും. ഒരേ കാല് തന്നെ വെക്കണമെന്നുണ്ടോ? കാല് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തൂടെ? നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ആദ്യം പറയണേനു. ഞാൻ അങ്ങനെ നിന്ന് ഇടാൻ പാടില്ല, ഒരു പോകാൻ പാടില്ല, റെഡ് ലൈൻ ടച്ച് ചെയ്യാൻ പാടില്ല. ആദ്യം പറയണേനു. ഞാൻ കാല് എടുത്ത കാല് വ്യത്യാസമായി പോയി. ഞാന് ലെഫ്റ്റ്. ഞാൻ എന്തോ ഒരു ഇൻസ്റ്റിങ്ക്റ്റിന് ഞാൻ റൈറ്റ് വെച്ചു. എനിക്ക് കാല് പറ്റിയത് കിട്ടിയാ മതി. എന്റെ കാല് വരുന്നേ. കാല് കടഞ്ഞു മുറിയുന്നു. എനിക്ക് റൈറ്റ് ഒക്കെ വേണ്ടിയിരുന്നല്ലേ? റൈറ്റിലേക്ക് വെച്ചൊരു ഒറ്റ കാര്യമില്ല എന്നുള്ള ഓരോടൊന്നും പറഞ്ഞു കൊടുക്ക്. അത് അവർക്ക് അതിന് കുറെ നേരം നിന്നോണ്ട് തോന്നുന്നതാ. വർക്ക്ഔട്ട് ഒക്കെ നിന്നിട്ട് എത്രയോ കാലായി. എന്റെ ഡോമിനന്റ് കാല് എന്ന് പറയുന്നത് റൈറ്റ് ആയിരുന്നു. അതിന് നിൽക്കാൻ പറ്റിയിരുന്നെങ്കിലാണ് എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയി, കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാൻ പറ്റും. പക്ഷെ വെറുതെ വിചാരിക്കുകയാണ് അഞ്ചി, നല്ല വേദനയാണ്. അങ്ങനെയൊക്കെ നിങ്ങൾ ഒറ്റക്കാലിൽ നിൽക്കാനാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എന്ത് ടാക്ടിക്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. വേറെന്ത് ടാക്ടിക്സാ? ഇത് കൊള്ളാം. ബോഡി ബാക്കോട്ട് പോകുമ്പോഴാണ് വേദന കൂടുന്നത്. കുറച്ച് ഫ്രണ്ടിലോട്ടാക്കി വേണമെങ്കിൽ വേറെ ഒരാൾക്ക് കിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യാം. കെഞ്ചി പറയാം ഞാൻ ഒന്ന് കിറ്റ് ചെയ്യാനെങ്കിലും. ഞാൻ ആരോടും പറയല, ഞാനും കിറ്റ് ചെയ്യൂല. ആ കളി ഒന്ന് വിട്ടായി പാടാ. അതെ, വെള്ളം ലീക്കായിട്ട് റെഡിന്റെ മുകളിൽ വീണ് കഴിഞ്ഞാൽ ഔട്ട് ആവും. വേറൊരാൾ റിക്വസ്റ്റ് ചെയ്യുന്നോ ഔട്ട് ആവാൻ വേണ്ടിട്ട്? ഇല്ല കിറ്റ് ചെയ്യുന്നോ? ഇല്ല, ഒന്ന് പോയി തരൂ പ്ലീസ്. വേറൊരാൾ റിക്വസ്റ്റ് ചെയ്യുന്നോ ഔട്ട് തരാൻ വേണ്ടിട്ട്? ഇല്ല 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 കിറ്റ് ചെയ്യുന്നോ? ഇല്ല, മാക്സിമം പറ്റുന്നിടത്തോളം നിൽക്കും. പുതിയ ടാക്ടിക്സ് ഉപയോഗിച്ചിരിക്കുകയാണ് ഗൈസ്. ഒരു കാലിന്റെ മുകളിൽ വേറൊരു കാലം നീട്ടി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. അതെ, അഞ്ചും സെയിം ടാക്ടിക്സ് യൂസ് ചെയ്യുന്നത്, പക്ഷെ കറങ്ങി കളിക്കുന്നത് സെയിം ടാക്ടിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. കാല് കട്ടഞ്ഞിട്ട് വയ്യ. അഞ്ച് കറങ്ങി കളിക്കുകയാണ്. ഇത് അധികം നേരം പോകുന്നെങ്കിൽ തോന്നില്ല. എനിക്ക് ഇതിനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ചെറുതാവാൻ പോവാണ്. ഞാൻ മാക്സിമം നോക്കി, പക്ഷെ ഒരു സമയത്ത് നമ്മളെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ കുറെ കറങ്ങിപ്പോയി. എനിക്ക് പറ്റുന്നില്ല. ജസ്റ്റ് ഒരു 5 minutes എടുത്തിട്ടുള്ളൂ. 5 minutes. പക്ഷെ മാക്സിമം ടയേർഡ് ആയിട്ടുണ്ട്. കാലൊക്കെ വേദനിച്ച് നിങ്ങളുടെ ഞരമ്പൊക്കെ വേദനയാകുന്ന ഒരു അവസ്ഥയായിരുന്നു. നമ്മളെ വെയിറ്റിലല്ല നിൽക്കുന്നത്, എക്സ്ട്രാ വെയിറ്റും കൂടെ കൂട്ടിട്ട് ഇതെങ്ങാനും 3 ഫാസ്റ്റ് നിറച്ചിട്ടുണ്ട് കഴിഞ്ഞതിനെ. വേണ്ടായിരുന്നു, ഇത്ര നടക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ഗൈസ്, എന്റെ സർക്കിള് ചെറുതായി എനിക്ക് പണിഷ്മെന്റ് കിട്ടിയിട്ട് ഇത് ശരിക്കും നല്ല ബുദ്ധിമുട്ടാണ്. ഇപ്പോഴാണ് ഷാമിന്റെ അവസ്ഥ മനസ്സിലാവുന്നത്. എനിക്ക് സങ്കടം. ടവർ ഇവിടെയായിരുന്നു, അത് ഞാൻ ഇങ്ങോട്ട് തന്നെ നീക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ പക്കായിട്ട് ഇരിക്കാട്ടോ. ഇനി അവിടെ നനവില്ല. അതെ, എനിക്ക് ടെൻഷനുണ്ട്. കാരണം അത് കണ്ടിട്ട് ഇങ്ങനെ എന്താ പറയാ, ഒരു
തേർഡും സർവൈവ് ചെയ്തു. അതെ പക്ഷേ അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇനി അഥവാ പണിഷ്മെന്റ് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളതിന്റെ മുന്നുള്ള സ്റ്റെപ്പാ കിട്ടുക. അപ്പൊ അതുകൊണ്ട് തന്നെ വിജയത്തിലേക്ക് അടുക്കാനുള്ള സാധ്യതകൾ കൂടാണ്. ഞങ്ങള് പെട്ടെന്ന് കുറഞ്ഞു വരുമ്പോ ഞങ്ങക്ക് ഇവിടെ നിൽക്കാനുള്ള സ്ട്രഗിൾ കൂടാണ്. ശ്രീക്ക് വലിയ സ്ട്രഗിൾ തുടങ്ങുന്നുള്ളൂ. അതുകൊണ്ട് ഇതുവരെ ഒന്നും തുടങ്ങിയിട്ടില്ല. ഉദ്ദേശിച്ചുണ്ടോ? അതെ ഇനി നിങ്ങൾ റെസ്റ്റ് ചെയ്തോ. ഇതുവരെ ഞാൻ കുറച്ച് കോൺഫിഡന്റ് ആയിരുന്നു ഗൈസ്. പക്ഷെ ഇപ്പൊ വന്ന പണി എന്ന് പറയുന്നത് തീരെ എക്സ്പെക്ട് ചെയ്യാത്തൊരു പണിയായിരുന്നു. കാര്യം എന്ത് ചെയ്താലും എങ്ങനെയാ എഫക്ട് ചെയ്യാന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ കുറച്ച് ടെൻഷൻ ആയിട്ടുണ്ട്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. കാരണം ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ മാക്സിമം എത്താതിരിക്കാൻ നോക്കണല്ലോ. അപ്പൊ എനിക്ക് അതിനൊക്കെ ടെൻഷൻ ഉണ്ട്. നല്ല ടെൻഷൻ. എനിക്ക് ഇത് ചെറുതായപ്പോ തന്നെ ഞാൻ നല്ല ടെൻഷനിലായി. ഇനിയിപ്പോ അതിനുശേഷം മിണ്ടാട്ട കുറവാ ഷാമി. സത്യം. അടുത്തത് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇനിയും സർക്കിൾ ചെറുതായി ഇരിക്കണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നല്ല ടെൻഷൻ. എനിക്ക് തോന്നുന്നത് അടുത്തൊരു സർക്കിള് എന്ന് വെച്ചാല് ഈ രണ്ടെണ്ണം ചെറുതായി, അടുത്തും കൂടെ ചെറുതായി ചിലപ്പോൾ നമുക്ക് ഇരിക്കല് പോസിബിൾ ആയിരിക്കില്ല അല്ലെ. ഇങ്ങനെയൊക്കെ ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് മാക്സിമം ഇപ്പൊ ഇരുന്ന് തീർക്കുക. പിന്നെ നിൽക്കാനേ പറ്റുള്ളൂ. പിന്നെ ചിലപ്പോ നിൽക്കേണ്ടി വന്നാലും നെക്സ്റ്റ് ടാസ്കിന് റെഡി ആണോ? അത് ഇതിൽ വെക്കാനാണെങ്കിൽ അത് പറയരുത്. റെഡി? ഓരോന്നെടുത്തോ. വെള്ളമുണ്ട് ഇത് നോക്കി എന്നെ പറയരുത്. ഇല്ല ആ ബോൾസാ എറിഞ്ഞു വീഴ്ത്താനാണോ? ബോൾസ് ഹായ് ഇപ്പൊ എല്ലാവർക്കും ഈക്വൽ എമൗണ്ട് ഓഫ് ബോൾസാ തന്നിരിക്കുന്നത്. ഓക്കെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഓപ്പണൻസിന്റെ ടവർ എറിഞ്ഞു വീഴ്ത്തണം. ഒരെണ്ണം വീണാൽ പോലും പണിഷ്മെന്റ് എടുക്കേണ്ടി വരും. ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങൾ എന്ത് വില കഴിഞ്ഞു, നിങ്ങൾ എന്ത് വില കൊടുത്തും നിങ്ങളെ ടവർ സംരക്ഷിക്കണം. ഓക്കെ അതേപോലെ തന്നെ മറ്റുള്ളവരത് എറിഞ്ഞിടാനും ശ്രമിക്കണം. ഓക്കെ ഓക്കെ. ഓ നമ്മളെ സംരക്ഷിക്കാൻ മറ്റുള്ളവരെ എറിഞ്ഞിടാനും വീഴ്ത്തും. യെസ്, നിങ്ങൾക്ക് 1 മിനിറ്റ് സമയമുണ്ട്. നീക്കാൻ പറ്റോ? ഏത് ഇത് ഇനി സ്ഥലം മാറ്റാൻ പറ്റോ? സ്ഥലം വേണം നിങ്ങൾക്ക് മാറ്റാം, പക്ഷെ പിടിച്ചു വെക്കാൻ പാടില്ല. പിടിച്ചു വെക്കരുതോ? ഇതിപ്പോ എവിടെ വെച്ചിട്ട് കാര്യമില്ല. ഞാനിവിടെ വെച്ച് അഞ്ചിക്ക് അവിടെ ഇങ്ങനെ ഇങ്ങോട്ട് അറിയാം. ഷാമി പുറകിൽ വെച്ചാലും അറിയാം. ഷാമി എവിടെ വെച്ച എനിക്ക് ഇവിടെ ഇങ്ങനെ അറിയാം. ഇത് കുറച്ച് ടാസ്കാണ് ഞാൻ അങ്ങനെ ഇരുന്ന് നോക്കട്ടെ. ഓക്കെ ഗൈസ്, റെഡി ആണോ? ഐഡിയ. ലൈന് ടച്ച് ചെയ്യാൻ പാടില്ല. ഓക്കെ ഓക്കെ, റെഡി ആണോ? റെഡി ആണോ? റെഡി ആണോ? റെഡി. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ്. ഷാമിന്റെ ഒരെണ്ണം വീണു. സ്പ്രേ എറിഞ്ഞത് ഷാമിനെ തട്ടി വീണു. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടുന്ന് അടി കിട്ടും. അവിടുന്ന് അടി കിട്ടും അങ്ങോട്ട് ഇരിക്കണം. അല്ല ഇന്നത് ഓൾറെഡി ബോൾസ് എറിഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ടേക്ക് നീങ്ങി പോയിട്ടുണ്ട്. അത് ഞാനത് പറഞ്ഞ റെഡിലോട്ട് ഇങ്ങനെ തട്ടി പോകുന്നുണ്ട്. പക്ഷെ വീണിട്ടില്ലേ, വീഴണം എന്നാണല്ലോ പറഞ്ഞത്. ഷാമിന്റെയാണ് കൂടുതൽ അറ്റാക്ക് വന്നത്. കാരണം ഷാമിന്റെ പെട്ടെന്ന് വീഴുന്നുള്ള ചിന്തയില് ഏറ്റവും കൂടുതൽ അതെ ആയിരിക്കും. പക്ഷെ ഞാന് ഷാമി ഇങ്ങോട്ട് എറിയുന്ന സമയത്ത് ഞാൻ ഇവിടെ പ്രൊട്ടക്ട് ചെയ്യും. ശ്രീ അങ്ങോട്ട് എറിയുമ്പോ ശ്രീന്റെ കണ്ടവിടെ തെറ്റുന്നോണ്ട് ഞാൻ ശ്രീനിലോട്ടാണ് എറിയാൻ ശ്രമിച്ചത്. പക്ഷെ ശ്രീന്റെ വീഴാൻ ചാൻസ് കുറച്ച് കുറവാണ്. കുറച്ച് സാധനമുള്ളത്. അതെ, പിന്നെ ഒന്നിച്ച് ഫോക്കസ് ചെയ്യാന്നുള്ളതായിരുന്നു ലാസ്റ്റ് ഞങ്ങൾ. ഞാൻ എന്താ ടാക്ടിക്സ് യൂസ് ചെയ്തെന്ന് വെച്ചാല് ഇവളെ ശ്രദ്ധ ഇങ്ങോട്ട് പോകും. അതെ, ആ വലിയൊരു സാധനം ഇവിടെ എം ടി ആയി കിടക്കുകയാണ്. ഇവളെ ശ്രദ്ധ ഇല്ലാത്ത സമയത്ത് എറിഞ്ഞോണ്ട് അതാണ് ചെയ്തോണ്ടിരുന്നത്. പക്ഷെ ഞാനും ഷാമിയും കൂടി ശ്രീന്റെയിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്തു. പക്ഷെ കയ്യിന്ന് പോയി. ഞാൻ പറഞ്ഞില്ല, ഇവർ ഇന്ത്യയിലേക്ക് ഫോക്കസ് ചെയ്ത സമയത്ത് ഞാൻ അങ്ങോട്ട് എറിയാനേ നോക്കി. ഞാൻ ഫുള്ള് നടക്കാൻ നോക്കി. അങ്ങനെ കഴിച്ചില്ലേ? ഓക്കെ,
സർക്കിളിന് ഒന്നുകൂടെ ചെറുതാവാൻ പോവാണ്. ചെറുതാക്കാം. എന്താ വിഷമമുണ്ടോ? എന്താ പറയാനുള്ളത്? എക്സ്പീരിയൻസിനെ പറ്റി എന്താ പറയുന്നത്? വളരെ ബൂസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. എന്തുകൊണ്ട് നീ എന്നെ പ്രൊട്ടക്ട് ചെയ്തില്ല? ഞാൻ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അത് കുറച്ച് വലിയ ടവറാണ്. കുറച്ച് വലിയ ടവറാണ്. കുറച്ച് വലിയ ടവർ ആവുന്ന സമയത്ത് ഈ കൂടുതൽ ഡിഫൻസിലായിരുന്നു ശ്രദ്ധ കൊടുക്കേണ്ടിയിരുന്നത്. ഞാൻ കുറച്ചുകൂടെ ആരുടെ എഴുതി, അതായത് ശ്രീക്കു ആരെങ്കിലും സർക്കിൾ ചെറുതാക്കാന്നുള്ളതിൽ ഞാൻ കുറച്ച് ഓ ഗെയിം ആയിട്ടാണ്. വെൽ പ്ലേഡ്, വെൽ പ്ലേഡ്. ഗയ്സ്, ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ശ്രീ എറിയുന്ന സമയത്ത് ശ്രീന്റെ കാല് റെഡ് ലൈനിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഫുട്ടേജ് ചെക്ക് ചെയ്ത സമയത്ത് കണ്ടു. സർക്കിൾ കൂടി ചെറുതായിരിക്കും. ഓള് ഒരാളെ തോപ്പിക്കാൻ പോയപ്പോ ഓളായിട്ട് ഓളെ തോറ്റുപോയി. അപ്പൊ ശ്രീന്റെതും കുറയും, ശ്യാമിന്റെ സർക്കിളും ചെറുതാവും. സർക്കിൾ കൂടുതൽ എടുത്തു. പിന്നെ ഞാൻ വന്നപ്പോ ഓക്ക് ഞാനൊരു കമ്പനി. ഞങ്ങൾ രണ്ടൊരു കമ്പനി അടിച്ചു. ഞാൻ ശ്രദ്ധിച്ചില്ലത്. ഞാൻ മാക്സിമം ഈ സൈഡിൽ ആ സൈഡിൽ അത് ഒന്നാമത് കാലിങ്ങനെയൊക്കെ വെക്കുന്ന സമയത്ത് നമുക്കൊരു ഐഡിയ കിട്ടൂല എങ്ങോട്ടാ പോവാ. കാര്യം അടുക്കാനാണ് നോക്കുക. ബാക്കിലുള്ളത് എത്രത്തോളം നമുക്കായിട്ട് വിസിബിലിറ്റി കിട്ടില്ല. ആ ക്യാമറയിലാണ് ഗൈസ് പതിഞ്ഞത്. ഗുഡ് ജോബ്. പിന്നെ ഒരു കാര്യം, ഈ റൗണ്ടോട് കൂടി ടവറിന്റെ ആവശ്യം തീരാണ്. പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇത് തട്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബോൾസ് ഒക്കെ ഇവിടെ എടുത്ത് മാറ്റണം. എന്റെ സർക്കിൾ ഇതൊന്നും പറ്റില്ല. റെഡ് ലൈൻ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ കുറയും. പിന്നെ ഇവിടെ നിൽക്കാനും സ്ഥലം ഉണ്ടാവില്ല കേട്ടോ. വേണ്ട. അങ്ങനെ ഗൈസ്, എന്റെ സർക്കിൾ വീണ്ടും ചെറുതായിരിക്കാണ്. എനിക്ക് ഇനി കുറച്ച് സ്ഥലമേ ഇവിടെ നിൽക്കാൻ ബാക്കിയുള്ളൂ. അല്ല ബാക്കിലോട്ട് ശ്രദ്ധിക്കണം. ടവർ പോയപ്പോ ഒരു സമാധാനം ഉണ്ട്. പക്ഷെ ടവർ പോയിട്ട് നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. എന്റെ ആദ്യമായിട്ട് ചെറുതായിരിക്കുകയാണ്. സംഭവം ഭയങ്കരമായിട്ട് സ്പേസ് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ശ്രീ ഞാനും അതെ ഈ സർക്കിളിനുള്ളിൽ ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇരിക്കാനേ പറ്റുള്ളൂ. അനങ്ങി കഴിഞ്ഞാൽ പ്രശ്നം. അനങ്ങി കഴിഞ്ഞ പ്രശ്നമാണ്. എനിക്ക് ഇവിടുത്തെ ടാസ്ക് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോ ഞാനൊക്കെ ഇപ്പഴേ ഇരിക്കുന്നുള്ളൂ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് നിർത്താണ്. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഇനി ചെറുതാവുന്നിലേക്ക് ആലോചിക്കാനും കൂടി വയ്യ. ശ്രീ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു ചെറുതാവലത്. എന്താ സല്ലു? ഗൈസ്, അടുത്ത ടാസ്കിലുള്ള സമയമായി. എനിക്കറിയാതെ എന്താ അത് വടംവലിയാണോ? അതെ, പക്ഷെ 2 പേരല്ല, 3 പേര്. നിങ്ങൾ തന്ന വട ഒരു സർക്കിളാണ്. ഇത് നിങ്ങൾ ചുറ്റും നിന്ന് വലിച്ചിട്ട് ബാക്കിയുള്ളവരെ റെഡ് ലൈൻ ക്രോസ് ചെയ്യിപ്പിക്കണം. ഏതെങ്കിലും ഒരാൾ ഔട്ടായി കഴിഞ്ഞാൽ ടാസ്ക് അവിടെ കംപ്ലീറ്റ് ആവും. ഓക്കെ. ടെൻഷൻ ഉണ്ടോ? ഈ ഭാഗം പിടിച്ചോ. അഞ്ചിന് ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉണ്ട്. നല്ല ടെൻഷൻ ഉണ്ട്. ടെൻഷൻ ഉണ്ടോ? നല്ല ടെൻഷൻ ഉണ്ട്. തൊട്ട് മുന്നത്തെ അവസ്ഥയിലായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ഒരു സമാധാനം ഉണ്ടായിരുന്നു. ഓക്കെ, നല്ല അവസ്ഥയാണ്. ഓക്കെ, ഇത് എങ്ങനെ നമ്മൾ ബാക്കോട്ട് പോവാനാ? അത് നിങ്ങളെ ഇഷ്ടം. ഞാൻ മോതിരം വഴി വെക്കട്ടെ. കൈ ഇറങ്ങി എന്റെ പിന്നെ തീരെ പിടിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഈ കയറെടുക്കും. ഈ കയർ ഇങ്ങനെ എടുക്കും. സല്ലു എടുത്തരണോ? ഞാൻ കയർ ദൂരാൻ വേണ്ടി വിട്ടതാണ്. എനിക്ക് എനിക്ക് തോക്കണ്ട. ഇവളുടെ അവസ്ഥ ഞാൻ എനിക്ക് ടെൻഷൻ ആയിട്ടാ ഞാൻ മിണ്ടാതിരിക്കുന്നത്. അതറിയോ? ഇതൊരു തവണ കൂടി ചെറുതായി കഴിഞ്ഞാൽ ഇരിക്കാൻ ഇവിടെ പറ്റില്ല. ഞാൻ വിട്ടോ. നിങ്ങൾ നിങ്ങളുടെ എല്ലാ പവറും പുറത്തെടുത്തിട്ട് വേണം ഈ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ. പിടിച്ചോ. ഓക്കെ, റെഡിയാണോ? ചാമിങ്ങനെ പിടിച്ചേ. അങ്ങനെ അഞ്ജു, ഞാനിങ്ങനെ ശ്രീ, ഞാനിങ്ങനെ. ഓക്കെ, റെഡിയാണോ? റെഡി. 3, 2, 1. അധികം ബുദ്ധിമുട്ടില്ലാതെ ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ്. വളരെ നിഷ്പ്രയാസം ഞങ്ങൾ നേടിയെടുത്തിരിക്കുകയാണ്. അത് 2 പേരുടെയും പവർ ഈ സൈഡിലോട്ട് വന്നുകൊണ്ടാണ് ശ്രീ പെട്ടെന്ന് ഇവിടെ എത്തിയത്. ഞാൻ എന്താ മെയിൻ ആയിട്ട് നോക്കിയെന്നറിയോ? ഞാൻ രണ്ടാളും കൂടെ വലിക്കുന്നുണ്ട്. പക്ഷെ എന്താ സംഭവം വെച്ചാല് ശ്രീ ഒറ്റക്കാലം അത് കണ്ടു കുറച്ചുകൂടെ ഞാൻ ഈ 2 കൂടി ഇങ്ങോട്ട് വലിക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് ഈസി ആയിട്ട് ഒരു ഇത് കിട്ടിയത് ഇവിടുത്തെ. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വലിച്ചതാണ്. പക്ഷെ എന്റെ കൈ കൈ കിട്ടി. പക്ഷെ കുറച്ച് നേരം ടാസ്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് കിട്ടില്ല ടാസ്ക്. ഞാൻ ഒറ്റക്കാലിൽ നിന്ന് ഞാൻ അറിഞ്ഞിട്ട് പോലില്ല. പക്ഷെ അത് നമ്മൾ ആ ഒരു ഇങ്ങോട്ട് വലിക്കാനുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റിൽ പറ്റി പോകുന്നതാണ്. ഓക്കെ, അപ്പൊ ശ്രീന്റെ സർക്കിള് ചെറുതാവാൻ പോവാണ്.
അപ്പൊ നമുക്ക് അടുത്ത ടാസ്കിനുള്ള സമയമായി. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടാസ്ക്. ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള 2-3 ടാസ്കുകൾ വന്നില്ലേ? ഇത് കുറയുന്നതനുസരിച്ച് ഭയങ്കര കൂടുതൽ പ്രശ്നമുള്ള സാധനങ്ങൾ എനിക്ക് തരാന്നറിയാം. കളിക്കാൻ തരരുത്. ഇല്ല, വളരെ സിമ്പിൾ ടാസ്ക് ആണ്. ഞാൻ വിസിൽ വിളിക്കുന്ന സമയം മുതൽ നിങ്ങൾ ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ തിരിഞ്ഞു നിന്ന് അടുത്ത വിസിൽ അടിക്കുന്ന സമയത്ത് ആരുടെ കയ്യിലാണോ ബോൾ ഉള്ളത് അവർക്ക് പണിഷ്മെന്റ്. തിരിഞ്ഞു നിന്നിട്ട് ഇങ്ങനെ വെടിവെക്കുന്ന അതുപോലത്തെ ഓക്കെ, റെഡിയാണോ? റെഡി. ഓക്കെ, എഴുന്നേറ്റോ? എഴുന്നേറ്റിട്ടല്ലേ? അതെ. ആരും പെട്ട് കറക്റ്റ് ആയിട്ട് അറിയണേ. ഓക്കെ. ഇട്ടേച്ച് പോരുത്. കയ്യിൽ നിന്ന് ബോൾ പോയി കഴിഞ്ഞാലും ആരുടെ കയ്യിൽ നിന്നാണ് ബോൾ പോകുന്നത് അത് പണിഷ്മെന്റ് ആണ്. പക്ഷെ എറിയുന്നത് നല്ലോണം അറിയാം. എറിയുന്നത് നല്ല രീതിയിൽ അറിയാം. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങാം അല്ലെ? അതെ, ഞാൻ തിരിഞ്ഞു നിന്ന് വിസിൽ വിളിക്കും. ഓക്കെ, റെഡി? ഞാനായിരുന്നു എന്റെ കയ്യിലായിരുന്നു വിസിൽ വിളിച്ച സമയത്തുണ്ടായിരുന്നത്. ഞാൻ അങ്ങോട്ടേക്ക് ഇട്ടതാ. എന്റെ വിധിയാണ്, വേറെ ഒന്നും പറയാനില്ല. ഓക്കെ, ഒന്ന് പൊട്ടിക്കാരാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തൊട്ട് മുന്നേ പറഞ്ഞിട്ടേ ഉള്ളൂ ഇതിൽ പൊട്ടിയത് ഞങ്ങളെ വിധിയാണ്. പക്ഷെ ഇത് സത്യമായിട്ട് നമ്മുടെ ലക്കിനനുസരിച്ച് വരുന്ന സാധനമാണ്. ഞാൻ ഷോക്കായി പോയി ഇതിന്റെ കൈ കിട്ടിയപ്പോ. എന്താ അവസ്ഥ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവണേ. വിസിൽ അടിക്കുന്ന ആ മൊമെന്റിൽ ഞാൻ അങ്ങോട്ടേക്ക് പാസ് ചെയ്തു. Okay. വിസിൽ അടിച്ചോണ്ടിരിക്കും. Okay, anyway, well played guys. അങ്ങനെ ഗൈസ് എന്റെ സർക്കിൾ വീണ്ടും ചെറുതായിരിക്കാണ്. എനിക്ക് ഇനി ഇത്ര മാത്രം സ്പേസ് ഉള്ളൂ. ഇനി ഇരിക്കാണ് ഇങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ. ഇത് കുറച്ച് നോക്കിയിട്ട് വേണം ഞാൻ ഇരിക്കണമെന്നുണ്ടെങ്കിൽ. അതെ, ശ്രദ്ധിച്ചിരുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സർക്കിൾ ഇപ്പൊ തന്നെ കിട്ടും. ഒരു സർക്കിളോട് വന്നു കഴിഞ്ഞാൽ ഒറ്റക്കാലം നിൽക്കേണ്ടി വരും. പക്ഷെ ഉണ്ടല്ലോ, എല്ലാരും ടാസ്കുകൾ ചെയ്യുന്നതിന്റെ ഇടയിൽ ഔട്ട് ആവുന്നത്, അല്ലാതെ തട്ടിപ്പോയിട്ട് ഇതുവരെ ആരും ഔട്ടായില്ല. അതെ, പക്ഷെ ഇനി ചെറുതാവുന്നതിനനുസരിച്ചിട്ടാണ് ടാസ്കുകൾ ചെയ്യാണ്ട് വെറുതെ ഇരുന്ന് കഴിഞ്ഞാലും തട്ടിയിട്ട് ഔട്ട് ആവും. അല്ല, ഭംഗിയുള്ള ബലൂണൊക്കെ കൊണ്ട് വരുത്തുണ്ട് സെല്ലു. അടുത്ത ടാസ്കിനുള്ള സമയമായിരിക്കുന്നു. ഈ 3 ബലൂൺ കീപ്പ് ചെയ്തോ. 3 എനിക്ക് പേടിയാവുണ്ട്. ഇത് എന്തിനുള്ള പുറപ്പാടാ? എല്ലാവരുടെ കയ്യിൽ 3 ബലൂൺ വീതല്ലേ? അതിന് കൂടുതൽ ഒരു സാധനം കൂടി തരാനുണ്ട്. ഇപ്പൊ തരാം. ഇതിൽ നിന്ന് ഒരു ഗണ്ണും ഒരു ബുള്ളറ്റിന്റെ സെറ്റ് കൊടുത്തോ. ഒരു ഗണ്ണും ഒരു ബുള്ളറ്റിന്റെ സെറ്റും. ഓക്കെ, റെഡിയാണോ? റെഡി. അപ്പൊ എല്ലാവരും ബുള്ളറ്റ്സ് കയ്യിലെടുത്ത് വെച്ചിട്ടില്ലേ? അപ്പൊ നിങ്ങൾക്കുള്ള ടാസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ ഓരോരുത്തരുടെ കയ്യിൽ ഞാൻ 3 ബലൂൺ വീതം തന്നിട്ടുണ്ട്. ആ ബലൂണ് പൊട്ടാതെയും നിങ്ങളുടെ സർക്കിളിന് പുറത്തു പോവാതെയും ഓപ്പോണൻസിന്റെ ബുള്ളറ്റ് ബലൂൺസിനെ ടച്ച് ചെയ്യാതെയും നിങ്ങൾ സംരക്ഷിക്കണം. അതായത് ടച്ച് ചെയ്താൽ തന്നെ അത് ഔട്ടായി, ആ ബലൂൺ ഔട്ടായി. ഇതേ സമയത്ത് തന്നെ നിങ്ങൾ ഓപ്പോണൻസിന്റെ ബലൂൺ പൊട്ടിക്കാനും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ടച്ച് ചെയ്യാനെങ്കിലും ശ്രമിക്കണം. ഓരോ ബലൂൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ലൈഫാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബലൂണിനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ബലൂൺ ഔട്ടായി. അപ്പൊ നിങ്ങളുടെ സർക്കിൾ ചെറുതാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൗണ്ടിൽ 3 തവണ നിങ്ങളുടെ സർക്കിള് ചെറുതാവാനുള്ള ചാൻസ് ഉണ്ട്. മനസ്സിലായില്ലേ? നിങ്ങളുടെ കയ്യിലുള്ള ബുള്ളറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം, നിങ്ങളുടെ നേരെ വരുന്ന ബുള്ളറ്റും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് നമ്മുടെ ഉള്ളിലുള്ളതാണ്, പുറത്തുള്ളത് ഉപയോഗിക്കാം. റെഡ് ലൈനിന് തൊട്ടിട്ടുള്ള ബുള്ളറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. സർക്കിളിന് പുറത്തുള്ള ബുള്ളറ്റ് നിങ്ങൾക്ക് റെഡ് ലൈൻ തട്ടാതെ എടുക്കാം. ഓക്കെ, എല്ലാം ക്ലിയർ അല്ലേ? ഞാൻ ഒറ്റക്കാലിൽ നിൽക്കുന്നത് കാണാം. 3 മിനിറ്റ് ആയിരിക്കും സമയം ഉണ്ടാവുക. റെഡി? ഞാനൊരു ബുള്ളറ്റ് ഇത് ഇവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്. അത്യാവശ്യ ഘട്ടത്തിൽ നമുക്ക് പ്രയോഗിക്കാം. ഞാൻ ഇങ്ങനെയാണ് നിൽക്കുന്നത്. എന്റെ തലയിൽ വരെ ഞാൻ ബുള്ളറ്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ലോഡ് ചെയ്യണം, ബുള്ളറ്റ് നോക്കണം, അങ്ങനെ ഒരുപാട് പണികളുണ്ട്. നോക്കാം. ടൈം സ്റ്റാർട്ട്സ്.
ഇല്ല ടച്ച് ചെയ്യില്ല. ലാസ്റ്റ് 10 സെക്കൻഡ്സ്. പക്ഷെ ഒരു 2 മിനിറ്റ്സ് കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് തരാണ്. വളരെ നിർണായകമായ അവസാനത്തെ ഘട്ടമാണ് guys ഇത്. ഭയങ്കര ഡിഫറൻസ് ആയി പോയി. സത്യം കിട്ടിയില്ല. വേണ്ട വേണ്ട ശ്രീ വേണ്ട. Okay, 28 seconds left. 28 seconds left. ഇവിടെ ഗ്രൂപ്പുകളൊന്നുമില്ല, പാട്ടാണ്. അല്ല ഞാൻ Last 10 seconds. കിട്ടിയില്ല. ഒന്ന് പോയി guys ഇല്ലേ? ഒരൊറ്റ സർക്കിൾ ആണ് അഞ്ചിന്റെ ചെറുതായത്. ഇതിന്റെ രണ്ട് സർക്കിൾ പോയി. ഇനി ആരെങ്കിലും കാല് ശ്രീന് തട്ടി ഒന്നും ആയിട്ടില്ല. ശ്രീന് ഒന്നും ആയിട്ടില്ല. ഞാൻ ഫുള്ള് ഡിഫെൻഡ് ചെയ്തു. ഇനി കാല് എവിടെയെങ്കിലും തട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. റെഡി അല്ലേ? Ready? ഇതാ, ഓരോരുത്തർക്കും 8 റിങ്സ് വീതമുണ്ട്. ഓക്കെ ഇപ്പൊ തന്നെ കാര്യം മനസ്സിലായിണ്ടാവും. ഇങ്ങനെ ഇടാനായിരിക്കും. എറിഞ്ഞു കൊള്ളിക്ക. മാക്സിമം കൊള്ളിക്കുന്നത് ആരാന്ന് നോക്കണോ? ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് റിങ് എറിഞ്ഞിട്ട് ട്രൈപോഡിൽ വീഴ്ത്തണം. ഓക്കെ ഏറ്റവും കുറവ് വീഴ്ത്തുന്നവർ ആരാണോ അവരുടെ സർക്കിൾ കുറയും. ഓക്കെ ഓക്കെ ടോട്ടൽ 1 2 3 4 5 6 7 8 ആണ്. യെസ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ടാസ്ക് ആണ്. മൂന്നാൾക്ക് കൂടി ഇടാം അല്ലേ? ഓ, അത് നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം. ഓക്കെ റെഡി. റെഡിയാണോ? ഷാമിക്ക് ഇനി കുറയാനൊന്നും ഇല്ല എനിക്കിനി ഒറ്റ ടാസ്ക് കൂടെ ഉള്ളൂ guys. അത് Okay? അതെ, മുന്നോട്ട് പീക്ക് ചെയ്തിട്ട് ഇടാൻ പറ്റില്ല. ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മാത്രമേ ഇടാൻ പറ്റുള്ളൂ. Okay. ഓക്കെ, സെന്ററിൽ നിന്നിട്ട് തന്നെ ഇടണേ. എല്ലാവരും സെന്ററിൽ നിൽക്കണം. ഷാമി ഓൾറെഡി സെന്ററിലാണ്. അതെ, ഞങ്ങൾ സെന്ററിലാണ്. ഓക്കെ, യെസ്. റെഡി? ആ 3 2 പീക്ക് ചെയ്യാൻ പാടില്ല ശ്രീ. 2 1 1 ഓ ഷിറ്റ് 2 3 3 ഓ 3 4 2 4 ഗൈസ്. എട്ടോടത്തിൽ 4 ഞാനിട്ട്. എത്ര ഇട്ട് ശ്രീ എത്ര ഇട്ട്? ഓക്കെ ഇനി 2 ചാൻസ് കൂടെ ഉള്ളൂ. നല്ല ട്രൈ ചെയ്യ്. 2 സാറിന് എന്റെ അടുത്ത്
ഷാമി 4 എണ്ണം, ഞാൻ 4 എണ്ണം. ശ്രീ 3 എണ്ണം. അപ്പോൾ ശ്രീന്റെ സർക്കിള് ഒന്നുകൂടെ ചെറുതാവാൻ പോവാണ്. ഓക്കെ, സാരമില്ല, അപ്പൊ അഞ്ചിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അതെ, ഒരൊറ്റ സർക്കിളിന്റെ മുന്നിൽ ഞാനാണ്. ഇപ്പൊ സമയം 11 മണി. അതെ, നമ്മൾ ഈ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ചാലഞ്ച് ചെയ്തോണ്ടേ ഇരിക്കാണ്. ഈ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് 7 മണിക്കൂറിന് മുകളിലായി. യെസ്, കാര്യമായിട്ട് പ്രിപ്പറേഷൻസ് ഒക്കെ ആയിട്ട് സല്ലു കുറെ നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ വരിക. ഞങ്ങൾ ഈ സർക്കിളിൽ തന്നെ ഞങ്ങളെ ക്യാമറ കണ്ണുകൾ ഇട്ട് നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ guys, എന്റെ ഒരു സർക്കിളും കൂടെ ഇങ്ങനെ ചുരുങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ എനിക്ക് നിൽക്കാനുള്ള സ്പേസ് ഇത്രേ ഉള്ളൂ. നീ 2 എണ്ണം കൂടെ എന്റെ അടുത്ത് എത്തും. അതിന് ഞാൻ പോകുന്നറിയില്ല. വേണമെങ്കിൽ ഇരിക്കാം, ഇങ്ങനെയൊക്കെ ഇരിക്കാം. കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ ചമ്രം പണിക്ക് ഇരിക്കാൻ എനിക്ക് നടക്കൂല. അപ്പൊ ഞാനാണ് ഗൈസ് ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ടാസ്കിലോട്ട് പോയാലോ സല്ലു? 10,000 രൂപ 5 കൊണ്ടുപോകും. അറിയില്ലയോ, ടെൻഷൻ ഉണ്ട്. ലാസ്റ്റിലോട്ട് കടക്കുന്നതിനനുസരിച്ചിട്ട് കൂടുതൽ റിസ്കുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ടാസ്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റുന്ന ഒരു ടാസ്ക് ആയിരുന്നു. കാരണം എനിക്ക് ഇവിടുന്ന് അനങ്ങേണ്ട ആവശ്യം വന്നിട്ടില്ല. പക്ഷെ ഇതിന്റെ ടാസ്കുകൾ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. ഇനി ചിലപ്പോ കഠോരമായ ടാസ്കുകൾ വന്നാല് ഞങ്ങൾ പെടും, അത് ഉറപ്പാണ്. മടമലി എന്തായാലും വെക്കരുത്. സല്ലു പിന്നെയും ബോളായിട്ട് വന്നിരിക്കുകയാണ്. എന്നെ തോൽപ്പിച്ച ഒരു ടാസ്ക് ആണ് അത്. എനിക്ക് കാണുന്നത് ഓക്കെ, സെയിം ആണോ? ആ സെയിം ടാസ്ക് തന്നെ നമുക്ക് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ അല്ലേ? യെസ്. ഇത് ലക്കിന്റെ Ready? മാത്രം ബേസിൽ പോണ സാധനമാണ്. 3, 2, 1. ഇടില്ലേ? അത് ക്യാമറ ആ ക്യാമറ ചെക്ക് ചെയ്യട്ടെ. വിസിൽ വിളിച്ച സമയത്ത് ബോൾ എയറിലാണ്. അപ്പൊ ഒന്നുകൂടെ പോവാ. ഓക്കെ, റെഡി അല്ലേ? 3, 2, 1. എന്റെ കയ്യിൽ ഇരുന്ന ഞാൻ ആ സൗണ്ടിലോടെയാണ് ഞാനത് വാർത്തത്. ഓക്കെ, ഓക്കെ, ഇത് നമുക്ക് അപ്പൊ 5ന്റെ സർക്കിള് ഒന്നുകൂടെ കുറയും. ഇപ്പൊ രണ്ടോട് സെയിം ആയി. 5 ശ്രീ സെയിം ആയി. ഈ ടാസ്ക് തന്നെ നമ്മള് റിപ്പീറ്റ് പോവാണ്. ഓക്കെ, അടിപൊളി. വേഗം ഔട്ടാക്കാനുള്ള പ്ലാൻ ആട്ടോ. പണി നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ സിന്റെ സർക്കിൾ ചെറുതായിരിക്കാണ് ഞാൻ ശ്രീ ഇപ്പൊ. ഒരേ തട്ടിലാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 3, 2, 1. ഞാൻ പറഞ്ഞില്ല ഇത് ഇനിയും കൊണ്ടേ പോവുള്ളൂ. അങ്ങനെ വീണ്ടും എന്റെ സർക്കിൾ ചെറുതായിരിക്കുകയാണ് guys. ഈ ഒരു തവണ കൂടി ചെറുതായി കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റുമോ? ഇല്ല, അതൊക്കെ പറ്റും. ഇത് ഷാമി ഔട്ടായതിനു ശേഷം ഞാനും ശ്രീയും കൂടെ ഒരു പോരാട്ടം നടന്നിട്ടായിരിക്കും ഇതിന്റെ ഒരു തീരുമാനമാവാന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങള് രണ്ടും ഒപ്പത്തിനൊപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതെ, ഒപ്പത്തിനൊപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷാമിന്റെ സർക്കിൾ ചെറുതാവട്ടെ. ഒറ്റക്കാലിൽ നിൽക്കൊണ്ടിരിക്കും. ഞാൻ ഇങ്ങനെ നിൽക്കേണ്ടി വരും ചിലപ്പോ. അതെനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ ഷാമിന്റെ സർക്കിൾ ഒന്നുകൂടെ ചെറുതായിരിക്കുകയാണ് ഗൈസ്. ഇനി കഴിഞ്ഞു കഴിഞ്ഞാല് ഓളത് തട്ടുട്ടോ. അതെ, എനിക്ക് ഇവിടുന്ന് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഗൈസ്. നീ എന്ത് ചാലഞ്ചാണോ വരിക? കിറ്റ് ചെയ്യുന്നോ? ഇല്ല, അതെ, ഇനി ഒരു തവണയും കൂടെ റെഡ് ലൈനിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ്. ഔട്ടായി.
ഇനി വരുന്ന ടാസ്കുകളാണ് ഗൈസ് എനിക്ക് അറിയാത്തത്. ഇങ്ങനെ നിന്നിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ചെയ്യാൻ ഇപ്പോഴായിരുന്നു എറിയുന്നൊക്കെ കിട്ടണേ. അങ്ങനെ ഇതിന്റെ ലാസ്റ്റ് റൗണ്ട് ആയിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. എന്റെ കയ്യിൽ ഞങ്ങൾ ഓരോരുത്തരുടെ കയ്യിൽ ബലൂൺസ് തന്നിട്ടുണ്ട്. 2 വീതം തന്നിട്ടുണ്ട്. ഇത് എങ്ങനെയൊക്കെ ചെയ്യാന്ന് എനിക്ക് തോന്നുന്നത് ഇത് മേലോട്ടൊക്കെ ഇങ്ങനെ തട്ടിക്കളിയാ. എങ്ങനെങ്കിലും ഔട്ട് ആക്കിക്കണം. ഇത് പൊതുവെ ഇത് പൊതുവെ ഇങ്ങനെ തട്ടിക്കഴിഞ്ഞ് നമ്മള് നാടുകൾക്ക് നടക്കുക ചെയ്യാം. എന്നാലും താഴെ പോയി. ഇത് പിന്നെ പുറത്ത് കടക്കാനും പാടില്ല, തട്ടാനും പാടില്ല. ഇത് താഴെ വീണ് കഴിഞ്ഞാൽ ഔട്ടുമായി. ഞാൻ ഇവിടുന്ന് അനങ്ങാനേ പാടില്ല. ചവിട കട്ടപ്പ ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ നോക്കാലോ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് 1 മിനിറ്റ് ആയിട്ട് സമയം ഉണ്ടാവുക. ഓക്കെ, 1 മിനിറ്റ് നിങ്ങൾ ബലൂൺ എയറിൽ ജഗിൾ ചെയ്യണം. കൈകൊണ്ട് കൈകൊണ്ട് തലയോടൊക്കെ തട്ടാലോ. താഴെ പോരുന്നല്ലോ. ഓക്കെ റെഡിയാണോ? 3, 2, 1. പോയി ഒന്ന് പോയി ഒരു വര പോയി, ഒരു സർക്കിള് പോയി. ബലൂൺ ഒരു ബലൂണിന്റെ കയ്യിൽ നിന്ന് പോയി. എന്റെ കയ്യിൽ നിന്ന് ഒരു ബലൂൺ പോയി. എന്റെ കയ്യിൽ നിന്ന് ഒറ്റ ബലൂൺ പോലും പോയില്ല. പക്ഷെ ഞാൻ വളരെ വളരെ റിസ്കി ആയിട്ട് ഞാൻ ഓരോന്ന് വീതം പറയും. അതെ, പറയാനില്ലല്ലോ. അന്റെ കുറഞ്ഞ ഇനി എന്താവും നോക്കാം നമുക്ക്. ഷാമി അങ്ങനെ ഈ ചാലഞ്ചിൽ നിന്ന് ഔദ്യോഗികമായി ഔട്ടായിരിക്കുകയാണ് ഗൈസ്. വളരെ വിഷമത്തോടു കൂടി ഞാൻ ഔട്ടായിരിക്കാണ് ഗൈസ്. എനിക്ക് എന്ത് പറ്റിയെന്ന് അറിയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ എന്നാലും പൊരുതിയിട്ടുണ്ട്. അത് ഒരുപാട് പൊരുതി. പക്ഷെ പെട്ടെന്ന് ഓരോരോ കാര്യങ്ങൾ കൊണ്ട് തോറ്റുപോയി. അതെ, 2 പ്രാവശ്യം ഞാൻ ആ ഒരു ബോളിന്റെ ഇത് ചതിച്ച്, ആ ബോള് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്നതുണ്ടല്ലോ, ആ ഒരു ടാസ്കില് എനിക്ക് 2 പ്രാവശ്യം എന്റെ കയ്യിൽ ബോൾ വന്ന് നിന്നിട്ട് 2 സർക്കിൾ അങ്ങനെ വന്ന്. അല്ലാതെ ഞാനായിട്ട് വരുത്തിയ സർക്കിൾ വേറെ. അതുകൊണ്ട് തന്നെ ഞാൻ ഔദ്യോഗികമായി ഈ ഒരു ചാലഞ്ചിന് പോവാണ് ഗൈസ്. ആഫ്റ്റർ 8 hours ഷാമി ഔട്ടായിരിക്കുകയാണ് ഗൈസ്. എനിക്കാവുന്നില്ല. ഇത് സർക്കിൾ അങ്ങനെ പൂട്ടി വെച്ചിരിക്കുകയാണ്. ഞാനിവിടെ പുറത്തു പോയി സ്നാക്സ് ഒക്കെ കൊടുത്ത് കുറെ നേരമായിട്ട് നിൽക്കുന്നത്. സ്നാക്സ് ഒക്കെ കൊടുത്ത് സ്നാക്സ് പോയി കഴിച്ചിട്ടാണ് കടുപ്പ് വെച്ചൊക്കെ കഴിച്ചിട്ട് കടുപ്പുണ്ട്. അത് മാത്രമേ ഞങ്ങൾ കഴിച്ചിട്ടുള്ളൂ. ഞങ്ങൾക്ക് മെയിൻ കോഴ്സ് ഒരു സാധനം ഒന്നും കിട്ടിയിട്ടില്ല. കാര്യം ഇവിടുന്ന് കഴിക്കാൻ പറ്റാത്തോണ്ടാണ്. അതെ, ഇറങ്ങണം. അതുകൊണ്ടില്ല, അതുകൊണ്ട് മെയിൻ കോഴ്സ് ഒന്നും കഴിച്ചില്ല. വെറും നമുക്ക് വിശപ്പടങ്ങാനുള്ള എന്താ പറയാ ഭക്ഷണം, ചെറുതായിട്ട് വെള്ളവും തന്നിട്ടുണ്ട്. അത് ഞങ്ങൾ കുടിച്ച് തോറ്റാൽ അങ്ങനെയൊക്കെ കുറെ ഗുണങ്ങളുണ്ടല്ലേ. നല്ല ടയേർഡ് ആയിട്ടുണ്ട്. കണ്ണുമുഖം കണ്ടാൽ തന്നെ മനസ്സിലാവും വിചാരിക്കുന്നത്. ഇത്രയും നേരം ഇങ്ങനെ നിൽക്കുക, ഓരോ ടാസ്കുകൾ ചെയ്യുക, എല്ലാം കൂടെ ഭയങ്കരമായിട്ട് ടയേർഡ് ആയിട്ടുണ്ട്. ഹെക്ടിക് ആയിട്ടുള്ള ഒരു ചാലഞ്ച് ആയിരുന്നു കഴിച്ചത്. ആ വടംവലി എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടിരിക്കേണ്ടതായിരുന്നു. പിന്നെ നമ്മൾ കുറെ സാഹചര്യങ്ങൾ കൊണ്ട് വടംവലി പെട്ടെന്ന് തീർന്നില്ലേ? നമ്മൾ തീർന്ന്. പക്ഷെ അത് നല്ല എന്താ പറയാ ബലം പിടിച്ചിട്ടാണ് ഞങ്ങൾ ഓരോരുത്തരും ചെയ്തത്. അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ എന്താ പറയാ കുറ്റി പോലെ നിൽക്കുകയാണ്. എന്താവും നമുക്ക് നോക്കാം. ഇനിയിപ്പോ ബാക്കി ഞങ്ങൾ 2 പേരുമാണ് കഴിച്ച്. ഈ 2 പേര് തമ്മിലാണ് ഇനി അവസാന ഘട്ട പോരാട്ടങ്ങൾ നടക്കാൻ വേണ്ടി. അവസാന ഘട്ടം എന്ന് പറഞ്ഞാൽ ഇനി ഞങ്ങൾക്ക് 2 പേർക്കും കൂടി 2 സർക്കിൾ മാത്രം വരാനുള്ളൂ. അത് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഔട്ടാവും. ഇനി അധിക നേരം ഇത് പോകുന്നു തോന്നുന്നില്ല. ചാലഞ്ചിന്റെ കടുകട്ടി പോലെ ഇരിക്കും ഞങ്ങളുടെ അവസ്ഥ. തുടങ്ങിയോ? വടംവലി മാത്രം പറയരുത്. വടംവലി തന്നെ 2 ആളെ വെച്ചിട്ട് വടംവലി. പോവാണ്.
വരും ട്ടോ. Okay. ഞാൻ അവിടെ നിന്ന പോലെ നിങ്ങൾ നിൽക്കേണ്ടി വരും. Okay, ready? 3, 2, അയ്യോ ചേച്ചി ഞാൻ റെഡിയില്ല. okay. എനിക്ക് സത്യം പറയാനുള്ള ആരോഗ്യമില്ല. Okay? Guys, ഇതിപ്പോ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും ഒരേ രീതിയിലാണ് നിൽക്കുന്നത്. കാല് മുന്നോട്ട് അധികം വെച്ച് കഴിഞ്ഞാൽ വര തട്ടും. ആ, കാല് മുന്നോട്ടോ പിന്നോട്ടോ വെക്കാൻ പറ്റില്ല. നിങ്ങൾ വിരലെടുത്തത് മുന്നോട്ടാണ്. അതെ കാലോണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു കാര്യമില്ലേ. ഓക്കെ റെഡി യെസ് 3, 2, 1. ഓ, കാലട്ടില്ല, കാലട്ടില്ല. ശരി, കാലട്ടില്ല. കാലട്ടില്ല തട്ടിയില്ല. മമ്മിയുടെ കയറുണ്ട്, കയറുണ്ട്. കയറ് പോയി. കയറ് പോയി. കയറിന്റെ കയ്യിൽ നിന്ന് പോയി. എന്റെ കൈ പിന്നെ അതേ സ്ഥലത്ത് തന്നെ മുറിഞ്ഞ്. Come on, guys. 3, Come on, guys. You can do this. 3, 2, 1. Circle chowdi, circle chowdi. Okay, guys, okay. ചെറിയൊരു വിരല് അഞ്ചിന്റെ കാല് അവിടെ സർക്കിളിൽ ചവിട്ടി. നിൽക്കാൻ പറ്റുന്നില്ല ഗൈസ്. വടംവലിക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാല് വെക്കാൻ സ്ഥലം വേണ്ടേ? സത്യം പറഞ്ഞാല് വടംവലിക്കുന്ന സ്ഥലമില്ല. പക്ഷെ ഇല്ലാത്ത സ്ഥലത്ത് നിന്നിട്ട് നമ്മൾ വടംവലിച്ച് ജയിക്കുക എന്നുള്ള ടാസ്ക് വെച്ച് കുറച്ചുകൂടി ടഫാണ്. അപ്പൊ ഈ ടാസ്കിൽ ശ്രീ ജയിച്ചിരിക്കുകയാണ് guys. അഞ്ജുവിന്റെ ഒരു റൗണ്ട് കൂടെ കുറയും. കൈ അങ്ങനെ കൈ പ്രത്യേകിച്ചൊന്നുമില്ല. നല്ല സുഖമുണ്ട്. നല്ല രസമുള്ള പക്ഷെ നല്ല ചാനലാണ്. നല്ല വലിയായിരുന്നു. അതെ ശ്രീ ഭയങ്കര ടയർഡാണല്ലോ. കിട്ടിയെന്നോ? അഞ്ചു ടയർഡാണ്. കിട്ടിയെന്നോ? ഇതുവരെ എത്താൻ പറ്റും. എനിക്ക് കിട്ടേണ്ട ആവശ്യമില്ല. സോറി. പിന്നെ ഞാൻ മുന്നേ അവിടെ പോയിരുന്നേനെ. എന്നാ അടുത്ത ടാസ്ക് നോക്കിയാലോ? ഓക്കെ. നല്ല എനർജി ഉണ്ടോ? എനർജി ഒക്കെ ഉണ്ടാക്കല്ലേ ചെയ്യാ. റെഡി. റെഡിയാണ്. സമയം 12 മണി. ഇവര് ഇതുവരെ ഡൗട്ട് ആയിട്ടില്ല. അടുത്ത ടാസ്ക് പറഞ്ഞോളൂ. യെസ്. ഓരോ ബക്കറ്റ് ഓരോരുത്തരുടെ കൈ കൊടുക്കുക. ഇപ്പൊ രണ്ടാളെ കയ്യിലും വെള്ളവും ബക്കറ്റും തന്നിട്ടുണ്ട്. മറ്റൊരാള് ഗിവ് അപ്പ് ചെയ്യുന്നത് വരെ അത് ഹോൾഡ് ചെയ്ത് നിൽക്കണം. ഓരോ 5 മിനിറ്റ്സ് കൂടുമ്പോഴും ഓരോ കപ്പ് വെള്ളം കൂടിക്കൊണ്ടിരിക്കും. അടിപൊളി. ഇത് ലാസ്റ്റ് തന്നെ ഭയങ്കര കട്ടിയുള്ള ടാസ്ക് ആയി പോയി. ഞങ്ങൾ ടയർഡായി അങ്ങ് അറ്റെത്തിയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ കിട്ടിയില്ലല്ലോ. അതാണ് ഇങ്ങനത്തെ ഒരു ടാസ്ക് തരുന്നത്. അഞ്ചു കിട്ടിയാൻ തോന്നുന്നുണ്ടോ? ശ്രീ കിട്ടിയാൻ തോന്നുന്നുണ്ടോ? രണ്ടാളും നല്ല വാശിയിലാണ്. ഇപ്പൊ 3 മിനിറ്റ്സ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഒരു അനക്കവും ഇല്ല, ഒരു മാറ്റവും ഇല്ല. അങ്ങനെ ആദ്യത്തെ 5 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഓരോ ബോട്ടിൽ വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ഓക്കെ. ചള്ളി നോർത്ത് നനച്ച്. ഓക്കെ. ഓക്കെ. ഇത് കഴിയുമ്പോ ഞങ്ങൾ ബാക്കിയുണ്ടാവും. കിട്ടിയാൻ തോന്നുന്നുണ്ടോ? 10,000 കിട്ടുന്നു. ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടിയായിരുന്നു. അതാ കിട്ടിയാൻ തോന്നുന്നുണ്ടോ? ഇനി എത്ര നേരം പിടിച്ചെന്നാ തോന്നുന്നേ? ഞാൻ ചാവുന്നവരെ മാക്സിമം പിടിച്ചേക്കും. ഷാമി ഇരിക്കണമൊക്കെ കണ്ടിട്ട് കൊതിയായിട്ട് വയ്യ. നെക്സ്റ്റ് ബോട്ടിൽ വെള്ളം വേഗം ഒഴിക്കി.
ഇതിവര് മൊത്തം ബക്കറ്റ് നിറഞ്ഞാലും ഇവര് കുലുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല guys. അതെനിക്ക് വെറുതെ തോന്നുന്നു. കുലുങ്ങാൻ നല്ല സാധ്യത ഉണ്ട്. ഇത് നേരത്തെ ഒറ്റക്കാലം നിന്നില്ലേ അതേപോലത്തെ ഒരു സിറ്റുവേഷനിൽ വരാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതെ, സെയിം സിറ്റുവേഷൻ ആണ് ഇവിടെ ഉണ്ടാവാൻ പോകുന്നത്. നാളത്തേക്കൊക്കെ ഷോൾഡർ ഉണ്ടല്ലോ അനക്കാൻ പറ്റാത്ത നമ്മള് മറ്റേ ഫസ്റ്റ് വർക്കൗട്ടിന് പോകുമ്പോ ഉണ്ടാവില്ലേ ഒരു പെയിൻ വരാൻ അതേപോലെ ഉണ്ടാവും കുറച്ച് ദിവസത്തേക്ക്. Give up ചെയ്യുന്നോ? Give up ചെയ്യുന്നോ? ഇപ്പല്ല, പിന്നെ എപ്പോഴും ചോദിക്കരുത്. ഇപ്പൊ 5ന്റെ കൈ വിറയ്ക്കുന്നുണ്ട് ഗൈസ്. നിർത്തോട്ടെ. ഇപ്പൊ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് 15 മിനിറ്റ് കഴിഞ്ഞു ഗൈസ്. എന്തായാലും ഫൈറ്റ് ചെയ്യണം. ട്വന്റി മിനിറ്റ്സ് ആയി ഗൈസ് ഇതേ നിൽപ്പ് നിൽക്കുന്നേ. ഓക്കെ, ടൈം ഫോർ നെക്സ്റ്റ്. ഭയങ്കര ഇന്റൻസ് ആയിരുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കുന്നില്ല. ഭയങ്കര വാശിയേറിയ പോരാട്ടമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരെ ഇതുപോലൊരു കോമ്പറ്റീഷൻ സ്പിരിറ്റില് കാണുന്നത് കുറെ കാലത്തിന് ശേഷമാണ് guys. പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ത്രില്ലിംഗ് ആണ് ഇത് ഇവിടുന്ന് കാണാൻ. അഞ്ജയോ ശ്രീയോ ആരാണ് ഗിവ് അപ്പ് ചെയ്യാൻ? Come on guys, ഞാൻ പറയുമ്പോ നിങ്ങൾ മാക്സിമം പോലെ നിൽക്കണം. അല്ല, ഇപ്പോഴൊന്നും ഗിവ് അപ്പ് ചെയ്യരുത്. നെക്സ്റ്റ് റൗണ്ടിന് സമയം ഗൈസ്. ഇതുവരെ ഇവര് വിട്ടുകൊടുത്തിട്ടില്ല. Guys, ശ്രീന്റെ bucket-ലുള്ള വെള്ളം spill ആയി guys. Yes. ഓ, അരമണിക്കൂറായി guys ഈ ബക്കറ്റ് പിടിച്ച് ഇവര് നിൽക്കുന്നത്. വെൽ പ്ലേഡ് അഞ്ജു. വെൽ പ്ലേഡ്. ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്ത് ഞങ്ങൾ ഇത്രയും നിൽക്കുന്നേ. പക്ഷെ അത് ഗംഭീരമായിരുന്നു. ഒന്നും കൂടെ കോമ്പറ്റീഷൻ ടഫായി Yes, yes. അല്ലെങ്കിൽ ഇനിയും വീണ്ടും വരുന്നു. പിടിച്ചോളൂ. ഇനി അറിയാലോ ടാസ്കുകൾ പ്രത്യേകിച്ച്
ശരിയില്ല, കാലും പോയി, തലയും ചുറ്റുന്നുണ്ട്, ഞങ്ങൾ എക്സോസ്റ്റഡ് ആണ്. ഇത് കാര്യം ചെയ്യാനല്ലേ? 3, 2, 1. ഒരു ബലൂൺ പോയി. ഒരു മിനിറ്റ്. ശ്രീ സർക്കിൾ ചവിട്ടി. ഈ ബലൂണ് വീണാല് ഔട്ടാവും. ശ്രീന്റെ സർക്കിൾ ചവിട്ടി ചെയ്തു. രണ്ടാണ് രണ്ടുപേരുടെ സർക്കിൾ ഇപ്പൊ ചെറുതാവാൻ വേണ്ടി പോവാണ്. ഇനി ഒറ്റ ടാസ്ക് കൂടി നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അതിൽ ആരാണ് വിന്നർ എന്നുള്ളത് നമുക്ക് അറിയാം. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഗൈസ്. അഞ്ചിന്റെ കയ്യിൽ നിന്ന് ബലൂണ് പോയി, ശ്രീ ലൈൻ ചവിട്ടി. അങ്ങനെ ഗൈസ് നമ്മൾ ഫൈനൽ റൗണ്ടിലേക്ക് കടക്കാണ്. ഫൈനൽ റൗണ്ടിലെ നമ്മളെ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒരു ഹാർട്സ് കണ്ടില്ലേ? ഈ ഹാർട്സ് നമ്മൾ ഈ ഡിസ്റ്റൻസിൽ നിന്നിട്ട് ഷൂട്ട് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ആരാണോ ഈ ഹാർട്സ് വീഴ്ത്തിടുന്നത് അവരായിരിക്കും ഈ ചാലഞ്ചിൽ വിന്നർ ആവാൻ വേണ്ടി പോകുന്നത്. അതെ, 10,000 അതായത് ഒരു തവണയും കൂടി പണിഷ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല. രണ്ടുപേരും ഒരേ രീതിയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇനി ഒരു സർക്കിള് വരാനില്ല. അപ്പൊ ഈ ടാസ്കിൽ തോൽക്കുന്നവര് ഔട്ടാണ്. അപ്പൊ ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ് വിജയിക്കുന്നതായിരിക്കും. അതെ, അപ്പൊ നമുക്ക് ആരാ നോക്കിയാലോ? ഓരോരുത്തർക്കും നമ്മള് 10 ബുള്ളറ്റ് വീതം കൊടുക്കുന്നുണ്ട്. രണ്ടുപേര് ഷൂട്ട് ചെയ്യുന്നതിനിടയില് റെഡ് സർക്കിള് തട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ വിസിൽ വിളിക്കും, ഔട്ട് ആവും. രണ്ടുപേർക്കും ഒരേ ഡിസ്റ്റൻസിലാണ് ആ സാധനം വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് ഒക്കെ കറക്റ്റ് ആണ്. നിങ്ങൾ രണ്ടുപേരും എയിം ചെയ്യാം. ഓക്കെ, റെഡി. ജസ്റ്റ് മിസ്. രണ്ടാളും ജസ്റ്റ് മിസ്. വീണം. ഇഞ്ചോടിഞ്ച് പോരാട്ടാണ് ഗൈസ്. 5-2. ഇഞ്ചോടിഞ്ച് പോരാട്ടം. 3 3-2. 5-3 ശ്രീ 2. അപ്പൊ ഇല്ലേ വിന്നറാക്കി മാറ്റിയാണ് ഗയ്സ്. ഞാനിവിടെ തോറ്റതിന് ശേഷമാണ് ഞാൻ ശരിക്കും കോമ്പറ്റീഷൻ കണ്ടതെന്ന് എനിക്ക് തോന്നി. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുത്തിട്ടില്ല. ഇപ്പൊ നടന്നതൊരു വലിയ ഇതായിരുന്നു. ശ്രീ നന്നായിട്ട് കോമ്പറ്റ് ചെയ്തു. ഞാൻ വിന്നറാണ്. 1:30 മണി ഗൈസ്. 1:30 മണിക്കാണ് നമ്മുടെ ചാലഞ്ച് തീരുന്നത്. പുറത്തിറങ്ങാം. ഒഫീഷ്യലായിട്ട് നിങ്ങൾക്ക് പുറത്തിറങ്ങാം. സത്യം പറയുന്ന ഇന്റൻസിറ്റി കൊണ്ട് സല്ലൂരിന്റെ പല തവണ ഇങ്ങനത്തെ ഇങ്ങനെ വിചാരിച്ചു. ആ ബക്കറ്റിൽ വെള്ളം പിടിച്ചിരിക്കുന്ന ഇവർക്ക് ഇതിന്റെ കേടാണ്. കൈ നടത്തി കിറ്റ് ചെയ്ത് കൊടുത്തോടെ ചോദിച്ചാൽ
ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു ആ ഒരു സ്പിരിറ്റിൽ പോവട്ടെ. അങ്ങനെ ഒഫീഷ്യൽ 5 വിജയിച്ചിരിക്കുകയാണ് guys. താങ്ക് യു സോ മച്ച്. ഒരു വലിയൊരു എന്താ പറയാ വലിയൊരു ടാസ്ക് ആയിരുന്നു. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ചാലഞ്ച് ആയിരുന്നു. സന്തോഷം. ശരിക്കും ഒരു ദിവസം ഫുള്ളായി. നമ്മൾ എത്രയോ നേരം ഈ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ ഇതിന്റെ ലാസ്റ്റ് പോർഷൻ എത്തുമ്പോഴത്തേക്കും നമ്മുടെ കോൺസെൻട്രേഷൻ, നമ്മുടെ ബാലൻസ്, നമ്മുടെ സ്ട്രെങ്ത് ഇതെല്ലാം ഇങ്ങനെ പരീക്ഷിക്കുന്ന ഒരു അവസ്ഥയിൽ കിട്ടി. തുടക്കത്തിൽ പറഞ്ഞെങ്കിൽ നമുക്കിത് കുറച്ച് ഫണ്ണായിട്ട് ചെയ്യാനുള്ള ലെവലായിരുന്നു. പക്ഷേ ഫണ്ടൊക്കെ മാറി മാറി വാശിന്റെ അങ്ങേയറ്റായി. ഞങ്ങളൊക്കെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇവിടെ ഭയങ്കര വാശിയായിട്ടായിരുന്നു ഗെയിം പോയത്. എന്തായാലും അടിപൊളി ഗെയിം. ഞാൻ പ്രതീക്ഷയിലും കൂടുതൽ സമയം ഇത് നീണ്ടുപോയി. കോമ്പറ്റീഷൻ ഭയങ്കര വിട്ടുകൊടുക്കുന്നില്ല രണ്ടാളും. വെൽ പ്ലേഡ് ഗൈസ്. അപ്പൊ ക്യാഷ് പ്രൈസ് വേണ്ടേ? 5 ക്യാഷ് പ്രൈസ് കൊടുക്കാൻ പോവാണ് ഗൈസ്. ഞങ്ങളിവിടെ സാക്ഷികളുണ്ട്. 10,000 തന്നെ അയക്കണം. 100 പേജ് 20,000 എന്ന് പറഞ്ഞാൽ പോരാ. ഞാൻ വെറുതെ വിടൂല്ലേ. ഓക്കെ, സൗണ്ട് അവിടെ അതിൽ വന്നില്ല. ഇവിടുത്തെ ടിക്ക് കാണിക്കുന്നുണ്ട്. അവിടുന്ന് വന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ എത്തിയിട്ടില്ല. കറക്ക് ഒന്ന് ഗൂഗിൾ പേ അപ്ഡേറ്റ് ചെയ്താൽ മതി. സൽമാൻ മണിക്കൂറുകളുടെ പ്രയത്നത്തിനും പരിശ്രമത്തിനും ഒടുവിൽ ഇനി അതെ. ആയുർവേദ അതിന് 10,000 കൊടുത്തിട്ട് ഞങ്ങള് വല്ല ആയുർവേദശാലയില് 10,000 കൊണ്ടുപോയിട്ട് അത് അവർക്ക് എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. കാര്യം അമ്മ അത് ഹെക്ടിക് ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ടാസ്കുകളൊക്കെ നല്ല ഫണ്ണായിരുന്നു കേട്ടോ. ഇതിന്റെ പക്ഷെ ഇത്രയും സമയം പറയുന്നത് അയ്യോ ഞാനില്ല. പാർട്ട് 2 പറയുന്നത് ശരിക്കും വളരെ ബുദ്ധിമുട്ടുള്ള സാധനമാണ്. ആക്ച്വലി ഇതിന്റെ പ്രിപ്പറേഷൻ തന്നെ 2-3 ദിവസം എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പൊ അതുകൊണ്ട് തന്നെ പാർട്ട് 2 ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും ചാൻസ് ഉണ്ട്. Yes. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഗൈസ്. അതെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ താഴെ കമന്റ് ബോക്സിൽ പറയുമ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് വരും. അതുവരെ ദിസ് ഇസ് ശ്രീലക്ഷ്മി, This is Shamya.